പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ. സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തതഃ. യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം സനിശ്ചയേന യോക്തവ്യഃ യോഗോ നിർവിണ്ണ ചേതസാ. മനുഷ്യ മനസ്സ് ത്വമാവാം, രാഷ്ട്രത്തിന്റെ ആരോഗ്യമാവാം, ജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യ അവസരം പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ക്ഷേമ ആസൂത്രങ്ങളാവാം, അതുപോലെ ക്രിയാത്മകമായിട്ടുള്ള അനവധി പദ്ധതികളാവാം. സമസ്തവും നമുക്ക് ഒരു നിശ്ചിത കാലം കൊണ്ട് സുസംഘടിതമായിട്ടുള്ള ധാരണയും ക്രമാനുഗതമായിട്ടുള്ള സഹകരണ മനോഭാവ പ്രവർത്തനവും കൊണ്ട് ഈ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് കൈവരിക്കുകയും ചെയ്യാം. പക്ഷേ ഇതെല്ലാം നേടിയാലും നാം ഇവയെ വിട്ട് ഒരു ഒരു നിശ്ചിതമില്ലാത്തതായ ഗതിയിലേക്ക് പോകുക എന്നുള്ള അനിശ്ചിതാവസ്ഥയെ നമുക്കൊരിക്കലും അത് വെച്ച് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. സത്യപ്രാപ്തി വരുന്നതുവരെ മനുഷ്യ മനസ്സ് എപ്പോഴും കിടന്നു മറിഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ള ഉദാത്ത ലക്ഷ്യങ്ങളൊക്കെ തന്നെ നാം സാക്ഷാത്കരിക്കുന്നതും ആ സത്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളുടെ സ്വാർത്ഥപരമായിട്ടുള്ള അഭിലാഷങ്ങളിൽ നിന്ന് കുറച്ച് അകന്ന് വിശാലമായി ചിന്തിക്കുന്നു നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രത, വീണ്ടും കുറച്ചുകൂടെ നമ്മുടെ വംശത്തിൻ്റെതായിട്ടുള്ള ക്ഷേമം, നമ്മളുടെ പ്രവിശ്യയുടെ നമ്മൾ വസിക്കുന്നതായിട്ടുള്ള പ്രദേശത്തിന്റെ മുഴുവനും ക്ഷേമം. ഇങ്ങനെ നമ്മളുടെ അഭിലാഷങ്ങൾ ചുറ്റുപാടിനെ വ്യാപിക്കുന്നു. പക്ഷേ ഇതെല്ലാം നേടിക്കഴിഞ്ഞാലും വീണ്ടും സത്യപ്രാപ്തി വരെ സത്യപ്രാപ്തി നേടുന്നില്ലെങ്കിൽ വീണ്ടും ആ മനസ്സ് റിവോൾട്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും അത് വേറെന്തിനു വേണ്ടി കൊതിക്കും. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, നാം ഇവിടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സുഖങ്ങളെല്ലാം നേട്ടങ്ങളെല്ലാം തന്നെ ആ സത്യത്തിന്റെ സ്ഫുരണങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കാണുന്നതായിട്ടുള്ള സമസ്ത സൗന്ദര്യങ്ങളും പ്രകൃതിയിൽ കാണുന്നതായിട്ടുള്ള സമസ്ത സൗന്ദര്യങ്ങളും പരമമായ ലാവണ്യത്തിന്റെ ഈ പ്രകൃതിയുടെ ആധാരമായി സത്യത്തിന്റെ സൗന്ദര്യം ചിതറിയതാണ്.
അവയ്ക്ക് അവയുടേതായിട്ടുള്ള ഭംഗിയിൽ, അതുകൊണ്ടാണ് അവ അല്പം മാത്രം നിൽക്കുന്നത്. കുറച്ചു കാലം ഏതായി കഴിഞ്ഞാലും ശരി, കുറെ കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുന്നു. അവയ്ക്ക് സ്ഥായിയായിട്ടുള്ളൊരു ഭാവമില്ല, എന്നൊന്നും അവ നിലനിൽക്കുന്നില്ല. അപ്പോൾ ഏതൊന്നാണ് എന്നും ഒരുപോലെ? ആത്യന്തികം സുഖം, അതീന്ദ്രിയം. അത് നമുക്കൊരിക്കലും മനസ്സിലാവാൻ സാധ്യമല്ല. ബുദ്ധിഗ്രാഹ്യം ഒരളവോളം നമ്മളുടെ മനസ്സിനെ ആ ദിശയിലോട്ട് തിരിച്ച് നമുക്ക് ബുദ്ധിപരമായിട്ട് അതിനെ വിഭാവനം ചെയ്യാം. എന്നാലും നമുക്കത് പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ സാധ്യമല്ല. നമ്മളുടെ ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്ന നിർദ്ദേശങ്ങളിലൂടെ ജീവിതത്തെ നാം അച്ചടക്കത്തിന് വിധേയാക്കുമ്പോൾ മാത്രമേ നമുക്കത് കാര്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതുവരെ സാധ്യമല്ല. തികച്ചും സത്യം വ്യക്തിഗതമാണ്, അനുഭവത്തിലൂടെ മാത്രം അറിയേണ്ടതായിട്ടുള്ളതാണ്. ബാക്കിയുള്ള എല്ലാം ഏതൊരു വിധത്തിലുള്ളതായിട്ടുള്ള സുഖക്ഷേമ പ്രവർത്തനങ്ങളായി കഴിഞ്ഞാലും ശരി, അവ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിനെ തൃപ്തിയിലോട്ട് നയിക്കുന്നില്ല. അതായത് കലർന്ന സുഖങ്ങളാണ് എന്നർത്ഥം. കലർന്ന സുഖം, കേവലമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സുഖമല്ല. ഒരു മാസത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നു. ആദ്യ ദിവസം ശമ്പളമൊക്കെ കിട്ടുമ്പോൾ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ, ഒരു മാസത്തെ സാധനം നമ്മൾ വാങ്ങിച്ചു വയ്ക്കുന്നു. ഒരു ചെറിയ കുടുംബം എന്നിരിക്കട്ടെ, ഒരു മാസത്തെ ഉപയോഗത്തിന് വേണ്ടി 5 കിലോ പഞ്ചസാര വാങ്ങിക്കുക. അതിൽ നിന്ന് 500 ഗ്രാം കൊള്ളുന്നതായിട്ടുള്ളൊരു ടിന് നിങ്ങൾ നിത്യ ഉപയോഗത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒറിജിനൽ ഭരണിയിൽ അല്ലെങ്കിൽ ഒറിജിനൽ ടിന്നിൽ, ഇന്ന് ഭരണി ഒന്നും പറഞ്ഞ ആർക്കും അറിയില്ലല്ലോ, പ്ലാസ്റ്റിക് കേസ്, നാലര കിലോ ബാക്കിയുണ്ടാവും. ഈ 1/2 കിലോ നമ്മൾ എടുത്ത് നിത്യം ഉപയോഗിക്കുന്നു. അതിൽ നമ്മൾ ഒരാൾക്ക് ചായ ഉണ്ടാക്കുമ്പോൾ ആ ചായയിൽ ഒരു സ്പൂണോ 1.5 സ്പൂണോ അതിലിടുന്നു. അതിലിട്ട് കഴിഞ്ഞാൽ നമ്മളത് കുടിക്കുമ്പോൾ ഒരു നിശ്ചിതമായിട്ടുള്ള അവളവിൽ കവിഞ്ഞ് കുറച്ച് കൂടി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു, ഓ പഞ്ചസാര മയം. പറയാറില്ലേ, ഓ ഇത് പഞ്ചസാര മയമാണ്. പക്ഷേ 4.5 കിലോ അവിടെ ഇരിക്കുന്നത് നമ്മൾ പഞ്ചസാര മയം എന്ന് പറയാറില്ല. പറയാറുണ്ടോ? ഗോഡൌണിൽ ക്വിന്റൽ കണക്കിന് പഞ്ചസാര ഇരിക്കുന്നു, പഞ്ചസാര മയം എന്ന് പറയാറുണ്ടോ? ഇല്ല. പിന്നെന്താണ് അവിടെ ഉള്ളത്? അത് പഞ്ചസാര മാത്രം, കേവല ഷുഗർ, കേവല പഞ്ചസാര. അതായത് ഈ 1.5 ടീസ്പൂൺ ഒരു ഗ്ലാസ് ചായയിൽ കലരുമ്പോഴാണ് അത് പഞ്ചസാര മയമാവുന്നത്. നാം അനുഭവിക്കുന്നതൊക്കെ ആനന്ദമയമാണ്. സുഖം ആത്യന്തികം തത്വം എന്ന് പറയുമ്പോൾ ആനന്ദം മാത്രം, ആനന്ദമയമല്ല. പഞ്ചസാരമയവും പഞ്ചസാര മാത്രവും രണ്ടും രണ്ടാണ്. പഞ്ചസാര മാത്രമുള്ളൂ ഒന്നും പറയാതിരിക്കുന്ന നല്ല. പഞ്ചസാര മാത്രം സുഖം ആത്യന്തികം യദ്ദ. നാം സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, നമ്മെ മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കുമ്പോൾ, നമ്മുടെ വീക്ഷണം മറ്റുള്ളവർ ആദരിക്കുന്നതായിട്ടുള്ള സമയത്ത്, നാം ഈ ലോകത്തിൽ ഉപയോഗയോഗ്യമാകുമ്പോൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ബന്ധപ്പെട്ട എല്ലാം ഹിതകരമായിട്ടും അപ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്ന എന്താണ്? ചിതറിയ ആനന്ദം, ആനന്ദമയം കുട്ടികളിലൂടെ. ആ ആനന്ദം കുട്ടികളിലൂടെ, അമ്മയുടെ അച്ഛനിലൂടെയും ഭാര്യയിലൂടെയും ഭർത്താവിലൂടെയും. അത് ആ ആനന്ദം എന്തിനോടോ ചേർന്നിരിക്കുന്നു എന്നർത്ഥം. ഇതോ ആനന്ദം മാത്രം, സുഖം ആത്യന്തികം യത്തത്. ശ്രീരാമകൃഷ്ണ പരമഹംസരൊക്കെ ഒന്നും പറയേണ്ടായില്ല. ആ അവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള അവരൊക്കെ തന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അദ്ദേഹത്തിനെ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിക്കുമായിരുന്നു. അത്ര രസഗുള, ഗുലാബ് ജാം ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ.
നമ്മൾ ഒരു സെക്കൻഡ് അങ്ങോട്ട് പോകാൻ പരിശ്രമിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നരേന്ദ്രൻ മുതലായിട്ടുള്ള ശിഷ്യന്മാർ ശ്രമിക്കുമായിരുന്നു എന്നാ പറയുന്നത്. കാരണം ആ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നു. കേവലം പഞ്ചസാര മയമായിട്ടല്ല, പഞ്ചസാര മാത്രമായി. സുഖം ആത്യന്തികം യത്തത്. അതായത് ഇത് എന്താണെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ആസ്വാദകനില്ലാത്ത ആസ്വാദ്യത, അതാണ് ഡിലൈറ്റ്മെന്റ് വിതൗട്ട് എ ഡിലൈറ്റർ. അങ്ങനെ ഒരു സുഖമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ധ്യാനത്തിലൂടെ മാത്രം അറിയേണ്ടതാണ്. വേറെ ഒന്നുകൊണ്ടും അത് അറിയാൻ സാധ്യമല്ല. സുഖം ആത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യം. നമുക്ക് ഈ ഭഗവാനെ പോലുള്ളതായിട്ടുള്ള മഹാത്മാക്കൾ, പാർത്ഥസാരഥി അത് വിവരിക്കുന്നതായിട്ടുള്ള സമയത്ത് അത് ശരിയാണെന്ന് ബോധ്യമാവാം. പക്ഷെ ആ ബോധ്യമായിട്ടുള്ളതിനെ വീണ്ടും അദ്ദേഹം നിർദ്ദേശിക്കുന്നതായിട്ടുള്ള അച്ചടക്കത്തിലൂടെ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ നമുക്കത് അനുഭവപ്പെടും. അനുഭവത്തിലൂടെ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ടും അത് താതാത്മ്യം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. വേത്തി എത്രണ് ചൈവായം സ്ഥിതശ്ചലതി തത്വത. ആ ഭാവത്തിൽ നിന്നും ഒരിക്കലും അദ്ദേഹം പിന്നീട് ഇളകുന്നില്ല. പിന്നീട് അദ്ദേഹം അതിൽ നിന്നും വ്യതിചലിക്കുന്നില്ല. ഇനി മാത്രമല്ല, ലബ്ധ്വ, ഏതൊന്നും ലഭിച്ചു കഴിഞ്ഞാലാണ് ഇതിലും ഉപരിയായി ഒന്നും ലഭിക്കാനില്ലാത്തത്. സുഖാത് അപരം സുഖം. ഏതൊരു സുഖത്തെ അനുഭവിച്ചാലാണ് ഇതിലും ഉപരിയായൊരു സുഖം അനുഭവിക്കാനില്ലാത്തത്. അതാണ് പരമപുരുഷാർത്ഥ പ്രാപ്തി. അത് നമ്മുടെ ഓരോരുത്തരുടെയും സഹജമായ സ്വഭാവമാണ്. ഇനി ആ അവസ്ഥകൾ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ആള് യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാഭിവിചാല്യതേ. ഏറ്റവും കഠിനമായിട്ടുള്ള ദുഃഖം അദ്ദേഹത്തെ ബാധിച്ചാലും ഒരിക്കലും അദ്ദേഹം കുലുങ്ങുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം തന്റെ സ്വഭാവം ആനന്ദമാണ് എന്ന്. ഇത് താൽക്കാലികമായി വരുന്ന ഒരു സംഭവം. അത് വരുന്നത് പോലെ തന്നെ നമ്മെ വിട്ടുപിരിയുകയും ചെയ്യാം. മനസ്സിന്റെ ഹിതകരമായിട്ടുള്ള ഭാവം സുഖവും, അഹിതകരമായിട്ടുള്ള ഭാവം ദുഃഖവുമാണ്. അതായത് സുഖവും ദുഃഖവും മാനസികമാണ്, മനസ്സിന്റെ സ്ഥിതിവിശേഷത്തിനനുസരിച്ചാണ്. ഇപ്പോൾ നമുക്ക് സുഖം തരുന്ന ഒരു അവസ്ഥ, ഒരു പദാർത്ഥം പിന്നീട് നമുക്ക് തന്നെ ദുഃഖം തന്നേക്കാം. അതുകൊണ്ട് ഒരിക്കലും സുഖം വസ്തുനിഷ്ഠമല്ല, അത് ആത്മനിഷ്ഠമാണ്, നമ്മെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഉപനിഷത്തിലൊക്കെ പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, ഈ ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ് നമുക്കെല്ലാം പ്രിയമായിരിക്കുന്നത്. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി എന്ന്. എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ നാം സ്നേഹിക്കുന്നത് കൊണ്ട് എന്നർത്ഥം. ഉപനിഷത്ത് പറയുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിന് വേണ്ടിയിട്ടല്ല, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടല്ല, ഭർത്താവിന് വേണ്ടിയിട്ടാണ്. ഉടമസ്ഥൻ തന്റെ സ്വത്തുക്കളെ സ്നേഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടല്ല, തനിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ ഇവിടെ ഇന്ന് 16ാമത്തെ ദിവസം വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാ? അയ്യോ പാവം സ്വാമി, ആരും ഉണ്ടാവില്ല. നിങ്ങളോട് ഓരോരുത്തരും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല. അതായത് ഞാൻ ഈ ഗീതയെക്കുറിച്ച് നിങ്ങളുടെ സാന്നിധ്യത്തിൽ വിചാരം ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും സുഖകരമാകുന്നു എനിക്ക് വേണ്ടി. സമസ്തവും അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമാണ്. സമസ്തവും, അതായത് ഒരിക്കൽ ഈ മക്കൾ നമ്മൾക്ക് അഹിതകരവും ഉപദ്രവവും അപമാനകരവുമാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അവരെ നാം വെറുക്കുന്നു. പലപ്പോഴും നാം പറയുന്നു അവർ എന്റെ മക്കളല്ല, ദൈവമാണ് അവരെനിക്ക് ജനിച്ചത്. നമുക്ക് അവരെ ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ കാരണം നമുക്ക് ആത്മസ്വരൂപത്തിന് അഹിതകരമാവുമ്പോൾ ആ പദാർത്ഥം അനിഷ്ടമാവുന്നു. അപ്പോൾ നാം എല്ലാറ്റിനെയും സ്നേഹിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. സർവവും പ്രിയമായിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ആത്മസ്വരൂപം ആത്യന്തികം സുഖമാണ്. അതായത് ഈ സുഖം ഒരിക്കലും അവസാനിക്കുന്നത്. അഗ്നിയിൽ ഊഷ്മളത അതിന്റെ ധർമ്മം, അതിൽ നിന്നും ഒരിക്കലും വേർപിരിയാതിരിക്കുന്നത് പോലെ, ജലത്തിൽ നിന്നും ശീതളിമ വേർപിരിയാതിരിക്കുന്നത് പോലെ, സൂര്യനിൽ നിന്നും പ്രഭ
പ്രകാശം വേർപിരിയാതിരിക്കുന്നത് പോലെ ആനന്ദസ്വരൂപമായിട്ടുള്ള ആത്മാവിൽ നിന്നും ആനന്ദം ഒരിക്കലും വേർപിരിയുന്നില്ല. അങ്ങനെയുള്ള ആളും അനവധി അനവധി അനുഭവങ്ങളിലൂടെ കടന്നു പോവാം. ജീസസ് ഒക്കെ അനുഭവിച്ചതായിട്ടുള്ള യാതനകൾക്ക് കണക്കുണ്ടായിരുന്നില്ല. പലവിധ കഠിന പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. പലരും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുന്നു. പക്ഷെങ്കിലും ഇന്നും 2000 വർഷം കഴിയും നാം ശ്രീബുദ്ധനെയും ജീസസിനെയും ശങ്കരനെയും ഒക്കെ ഓർമ്മിക്കുന്നു. അവരും നമ്മെപ്പോലെ ജനിച്ചതായിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ അവർ അതിനെല്ലാം ഏതൊരു ആദർശത്തിൽ അവരെ സമർപ്പിക്കപ്പെട്ടുവോ അതിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കുകയുണ്ടായില്ല. ശ്രീബുദ്ധന്, ശ്രീശങ്കരന് ഇവരെല്ലാവരുടെ നേരെയും വധശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ വധിക്കുകയും ചെയ്തു. സോക്രട്ടീസിന് വിഷം നൽകി. എന്നാലും പിന്നീട് അവർ കടന്നുപോയ പാതകളാണ് നാം ഇപ്പോഴും നമ്മെ പ്രചോദിപ്പിക്കുന്നത് എന്നത്. സത്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ അവർ അനശ്വരരാകുന്നു. അവർ എന്നും മനുഷ്യരാശിക്ക് പ്രചോദനത്തിന്റെ കേന്ദ്രമാവുന്നു. ഇവിടെ കൃഷ്ണൻ പറയുന്നു, ഗുരുണാഭി ദുഃഖേന് ഏറ്റവും കഠിനമായിട്ടുള്ള, അത്യന്തം കഠിനമായിട്ടുള്ള യാതനകൾ വന്നു കഴിഞ്ഞാലും ഒരിക്കലും അവർ വ്യതിചലിക്കുക, അവർ ഒരിക്കലും ആ ദുഃഖത്താൽ ബാധിക്കപ്പെടുന്നില്ല എന്ന്. ഇതാണ് ഏറ്റവും വലിയ യോഗം എന്ന് പറയുന്നു. തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം. ഇതിനെ യോഗം എന്നറിഞ്ഞാലും ഈ സ്ഥിതിയെ ഇതാണ് യോഗം എന്ന് മനസ്സിലാക്കിയാലും എന്താണ് ദുഃഖ സംയോഗ വിയോഗം എന്ന് നമ്മളുടെ മനസ്സ് അനവധി കാര്യങ്ങളിൽ ആസക്തിയോടുകൂടെ സ്ഥിരപ്രതിഷ്ഠമായിരിക്കുന്നു. അവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സംഭവിക്കുന്നത് പോലെയാണ്. കാരണം നമ്മളുടെ താദാത്മ്യം എവിടെയൊക്കെ നമ്മളുടേതായിട്ട് ഞാൻ എന്റേതെന്നുള്ളതായിട്ടുള്ള ഭാവങ്ങളുണ്ടോ അവിടെയൊക്കെ ഞാൻ നിറഞ്ഞിരിക്കുന്നു. അല്ലേ? ആലോചിച്ച് നോക്കൂ. എവിടെയെങ്കിലും എന്തെങ്കിലും ന്യൂസ് കേൾക്കുന്നോ നമ്മളത് ബാധിക്കുന്നതാണോ? ഇല്ല, ദിവസവും. പക്ഷെ നമ്മൾ അടുത്താകുമ്പോ ഒരു വൻ നാശം സംഭവിക്കുന്നതായിട്ടുള്ള വാർത്ത യൂറോപ്യൻ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ ഒന്നുമല്ല, ഏഷ്യൻ രാഷ്ട്രങ്ങളാണെങ്കിൽ കൂടുതൽ നമുക്കൊരു ഇതുണ്ടാകും. അത് ഇന്ത്യയിലാണെങ്കിൽ, അത് കേരളത്തിലാണെങ്കിൽ, കോഴിക്കോടാണെങ്കിൽ, അടുക്കള നോക്കൂ. കോഴിക്കോട് മാത്രമല്ല, നമ്മളെ സ്വന്തം വാർഡിലാണെങ്കിൽ ഇവിടെയോ നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ വാങ്ങിച്ചതായിട്ടുള്ള ഒരു സ്ഥലം എല്ലാ വർഷവും ഈ വേലിയൊക്കെ കെട്ടുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഇരിക്കട്ടെ. ഒരു വർഷം വേലി കെട്ടുമ്പോൾ എന്തോ ഒരു 2-3 ഇഞ്ച് നമ്മുടെ കുറഞ്ഞ പോലെ നമുക്ക് തോന്നി. മറ്റുള്ള ഉടനെ നമുക്ക് തോന്നും, അവിടെ അവർ വേലി കെട്ടുമ്പോ എന്റെ ഹൃദയത്തിൽ വേലി കെട്ടുന്ന പോലെ എനിക്ക് തോന്നും. കാരണം എന്താ? ആ സ്ഥലം ഞാൻ അവിടെ ഉണ്ട്, ഞാൻ അവിടെ നിറഞ്ഞിരിക്കുന്നു. ഇനി എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ വന്ന് ആ ഒരു സ്ഥലത്തെ വിൽക്കാൻ ഇടയായിരിക്കട്ടെ, നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, പിന്നെയോ പിന്നെ ആ സ്ഥലത്ത് നമുക്കുണ്ടോ താദാത്മ്യം? നിങ്ങളുടെ പുതിയതായിട്ടൊരു വീട് കെട്ടുന്നു, പഴയ സ്ഥലത്ത് നിന്നും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ ചെന്ന് എല്ലാം അതാത് സ്ഥലങ്ങളിൽ വെക്കുമ്പോൾ പറയുന്നു, ചുമരിലാണി അടിക്കരുത്, ഒരിക്കലും ചുമരിലാണി ഇവിടെ ഒന്നും അടിക്കരുത്, ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ തൽക്കാലം വാടകയ്ക്ക് ഒരു വീട് എടുത്താലോ ഇവിടെ തന്നെ അടിക്കണം, എല്ലാം ഇവിടെ അടിക്കണം, സകലതും ഇവിടെ മുഴുവനും പ്രദർശിപ്പിക്കും, എക്സിബിഷൻ ആള്. അതിനെന്താ? വാടകയ്ക്കാണ്, എന്റേതല്ല, ഞാൻ എവിടെയില്ല, തൽക്കാലം ഞാൻ എടുത്തിരിക്കുകയാണ്. ഞാൻ എന്റേത് എവിടെയുണ്ടോ ഇവിടെ ഞാൻ നിറഞ്ഞിരിക്കും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അതായത് നാം വിഭജിക്കുന്ന. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ഒരിക്കൽ ഒരു ഗൃഹസ്ഥൻ വന്ന് നമസ്കരിച്ചു. ഉടനെ ശ്രീരാമകൃഷ്ണൻ എഴുന്നേറ്റ് അദ്ദേഹത്തിന് നമസ്കരിച്ചു. അത് പ്രായം കൊണ്ട് അദ്ദേഹം രാമകൃഷ്ണനെക്കാട്ടിലും വളരെ
കൂടുതൽ വയസ്സുള്ള ആളായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ അങ്ങ് എന്നെ നമസ്കരിച്ചത്, അങ്ങ് ഏറ്റവും വലിയ ത്യാഗിയാണ്, അങ്ങ് എന്നെ നമസ്കരിക്കുകയോ? അല്ല. അപ്പോ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത്, അല്ലല്ല, ഞാനാണ് അങ്ങയെ നമസ്കരിക്കേണ്ടത്, അങ്ങല്ല. അങ്ങാണ് ഏറ്റവും വലിയ ത്യാഗി. എന്ത്, ഞാനോ? അതെ, നിങ്ങളാണ് ഗൃഹസ്ഥൻ, അങ്ങാണ് ഏറ്റവും വലിയ ത്യാഗി. എന്താ അങ്ങനെ പറയുന്നത്? അതായത് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും അങ്ങയുടേതാണ്, സമസ്തവും എല്ലാവരുടെയും അങ്ങ് നിറഞ്ഞിരിക്കുന്നു. പക്ഷെ അങ്ങ് ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ സ്ഥലം, ഇതാണ് എൻ്റേതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതിനെ മുഴുവനും അങ്ങ് ത്യജിച്ചിരിക്കുന്നു. അപ്പൊ ആരാ വലിയ ത്യാഗി? ഇതേ നമ്മൾ ഒന്ന് ഉറപ്പായിട്ട് നമ്മൾ സ്ഥാപിക്കുമ്പോൾ ഇത് മാത്രമാണ് എൻ്റെ, മറ്റുള്ളതൊന്നും എൻ്റെ അല്ലാതല്ലേ പറയുന്നത്. അപ്പൊ ആരാ വലിയ ത്യാഗി? ഗൃഹസ്ഥനാണ് ഏറ്റവും വലിയ സന്യാസി. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയാ സന്യാസി എന്ന്. ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നു, ഞാൻ ഒന്നും വിട്ടു, ഞാൻ ചെറിയൊരു സ്ഥലം അവിടെ വിട്ടിട്ട് അവിടെ ദക്ഷിണേശ്വര ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നു, അല്പം ചിലത് മാത്രം. ഞാൻ വലുതായിട്ടൊന്നും ത്യജിച്ചിട്ടില്ല. നിങ്ങൾ ഈ പ്രപഞ്ചത്തെ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സമസ്തതിനെയും ത്യജിച്ച് ഇത് മാത്രമാണ് ഞാനെന്ന് പറയുമ്പോ അങ്ങല്ലേ ഏറ്റവും വലിയ ത്യാഗി. അപ്പോഴാണ് അദ്ദേഹത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മഹത്വം ഒന്നുകൂടെ മനസ്സിലായത്. പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളുടെ മനസ്സ് എന്ന ഞാൻ എന്തും എന്റേത് എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നിറഞ്ഞിരിക്കുകയാണ്. ദുഃഖ സംയോഗം വിയോഗം, ദുഃഖ സംയോഗം മനസ്സ് എതിലൊക്കെ ഞാനെന്നും എന്റേതെന്നുള്ളതായിട്ടുള്ള ഭാവങ്ങളിൽ മറ്റേ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് മനസ്സിനെ വിടുവിക്കുന്നതാണ് യോഗം. ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞ, ഇതിനെ യോഗം എന്ന് പറയുന്നു. അതായത് അനിത്യവും ചലിക്കുന്നതും ദുഃഖം പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള സമസ്ത പദാർത്ഥങ്ങളിൽ നിന്നും മനസ്സിനെ എന്നേക്കുമായി വിടുവിക്കുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും പല യോഗങ്ങളെയും കേട്ടിട്ടുണ്ടാവാം. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം. ഇതാ ഈ അധ്യായത്തെ ധ്യാനയോഗം അഥവാ ആത്മസംയമ യോഗം എന്ന് പറയുന്നു. കഴിഞ്ഞ അധ്യായത്തെ കർമ്മസന്യാസയോഗം എന്ന് പറയുന്നു. ഇനി 7-ാം അധ്യായത്തെ ജ്ഞാന വിജ്ഞാന യോഗം എന്ന് പറയുന്നു. 8-നെ അക്ഷരബ്രഹ്മയോഗം. ഇങ്ങനെ ഓരോരോ പേര് ഓരോ യോഗങ്ങൾക്കുമുണ്ട്. പക്ഷെ ഒരു യോഗമുണ്ട് ഉപനിഷത്തിൽ, ഒരു ഉപനിഷത്തിൽ മാത്രമാണ് അത് പറയുന്നത്. എന്താണ് ആ യോഗത്തിന്റെ പേര്? അസ്പർശയോഗം. അസ്പർശയോഗോ വൈ നാമ എന്ന്. അസ്പർശം എന്ന് വെച്ചാൽ ഒന്നിനോടും മനസ്സ് ബന്ധപ്പെടാതിരിക്കുക. അതാണ് ഒന്നിനോടും മനസ്സ് ബന്ധപ്പെടാതിരിക്കുന്നതായിട്ടുള്ള സമയത്ത് നാം കണ്ണുകൊണ്ടോ മൂക്കുകൊണ്ടോ നാവുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒരു പദാർത്ഥത്തിലും ബന്ധപ്പെടുന്നില്ല. അപ്പോഴാണ് ആത്യന്തികമായിട്ടുള്ള സുഖം അനുഭവിക്കുന്നത്. അസ്പർശയോഗോ വൈ നാമ എന്ന് പറയുന്നു. അതുപോലെ ഇവിടെ ഹേ അർജുന, ഇതിനെ യോഗം എന്ന് മനസ്സിലാക്കൂ. സമസ്ത വിധത്തിലുള്ള ഞാനെന്നും എന്റേതുള്ള ബന്ധങ്ങളിൽ നിന്നും മനസ്സിനെ എന്നേക്കുമായി വിടുവിച്ചിരിക്കുന്നു. ദുഃഖ സംയോഗ വിയോഗം, ദുഃഖ സംയോഗങ്ങളിൽ നിന്നും അതിനെ വിയോജിപ്പിച്ചിരിക്കുന്നതാണ് യോഗം. സനിശ്ചയേന യോക്തവ്യ, അത് വളരെ ക്രമമായി യാതൊരു ബന്ധപ്പാടുമില്ലാതെ പതുക്കെ പതുക്കെ ചെയ്യേണ്ടതാണ്. ഇനി ഏതൊരു ഭാവത്തെയാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് ഓരോരുത്തരുടെയും മനസ്സിന്റെ പക്വതയ്ക്കനുസരിച്ച് വേണം ചെയ്യാൻ. ആദ്യം നാം ആരംഭിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു ഇഷ്ടദേവതയെ സ്വീകരിക്കുന്നതാണ് ശ്രേഷ്ഠം. നാം ഏത് ഈശ്വരനെ സ്വീകരിക്കുന്നു, ഏത് തരത്തിലുള്ള സങ്കല്പത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. സാകാരമായിട്ടുള്ള ഭാവമാവാം, നിരാകാരമായിട്ടുള്ള ഭാവമാവാം. സാകാരം രൂപത്തോടു കൂടിയ ഭഗവാൻ, സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആത്യന്തികം സുഖം അനന്തമായിട്ടുള്ള എന്താണെന്ന് വാക്കുകളെ കൊണ്ടോ ഒറ്റും പറയാൻ സാധിക്കാത്തതായിട്ടുള്ള സർവവ്യാപ്തമായിട്ടുള്ള ഭാവത്തെ കുറിച്ചിട്ടായിരിക്കാം. അതായത് ഏത് രൂപത്തിലാണ് ഈശ്വരനെ ധ്യാനിക്കുന്നത് എന്നതല്ല പ്രധാനം. സാകാരമാവാം, നിരാകാരമാവാം. സ്വീകരിച്ചതായിട്ടുള്ള ഈശ്വര സങ്കല്പത്തിൽ നാം എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. സാകാരമോ നിരാകാരമോ എന്നല്ല, കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. ക്ഷേത്രങ്ങളിൽ നാം കാണാറുണ്ടല്ലോ, ശിവേലി സമയത്തൊക്കെ ഉത്സവമൂർത്തി
ഭഗവാനെ നമ്മൾ എഴുന്നള്ളിക്കുന്നു, കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ ചുറ്റും പോകും, നമ്മളും നാമമൊക്കെ ജപിച്ച് പിന്നാലെ പോകും. പക്ഷെ നമ്മൾ ഓരോ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വീണ്ടും ശ്രീകോവിലിന്റെ മുമ്പിൽ വരുമ്പോൾ വീണ്ടും ഭഗവാനെ അവിടെ നമസ്കരിക്കാറില്ലേ? ശ്രീകോവില് പിന്നീട് ഭഗവാൻ എടുത്തുകൊണ്ടല്ലേ പോകുന്നത്? പിന്നെ അവിടെ നമസ്കരിക്കേണ്ട ആവശ്യം നമ്മൾ അദ്ദേഹം ഇവിടെയുമുണ്ട്, അദ്ദേഹം അവിടെയുമുണ്ട്. അദ്ദേഹം ഒരേ സമയത്ത് സാകാരവും അതേ സമയത്ത് നിരാകാരവുമാണ്. അതുകൊണ്ട് സാകാരധ്യാനം നിരാകാരധ്യാനം ഇങ്ങനെ ഒന്നും ഇല്ല. കാരണം രണ്ടും തത്വം ഒന്നു തന്നെയാണ്. തരംഗത്തിന് ഒരു രൂപമുണ്ട്, ജലത്തിന് രൂപമില്ല. തരംഗം സാകാരമാണ്, ജലമോ നിരാകാരമാണ്. തരംഗം രൂപത്തോടു കൂടിയത്, ജലം രൂപമില്ലാത്തത്. തരംഗത്തിൽ എവിടെയാണ് ജലം? തരംഗത്തെ തരംഗമാക്കുന്നതാരാ? ജലം. അപ്പോൾ നിങ്ങൾ തരംഗത്തെ സ്പർശിക്കുമ്പോൾ ജലത്തെ സ്പർശിക്കുന്നു. ഒരു രൂപത്തെ നിങ്ങൾ ആരാധിക്കുമ്പോൾ രൂപരഹിതമായ തത്വത്തെ നിങ്ങൾ ആരാധിക്കുന്നു. രൂപം നമുക്ക് എളുപ്പം മനസ്സിന് സ്വീകരിക്കാൻ സാധിക്കും. മനുഷ്യ മനസ്സിന് ഒരു ആലംബനം ആശ്രയമാണ്. ഒരാലംബനം വേണം. ആലംബനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ ആ പരമമായിട്ടുള്ള ഒന്നിത്വത്തിലോട്ട് എടുക്കാനും സാധ്യമല്ല. അതുകൊണ്ട് അതിനെ ക്രമേണ പരിശീലിക്കും. അതുകൊണ്ടാണ് സനിശ്ചയേന യോക്തവ്യാഹ എന്ന് പറയുന്നത്. ആ പരമമായ തത്വത്തിൽ മനസ്സിനെ ദൃഢമായി നിർത്തുന്നതിന് ക്രമേണ ക്ഷമാപൂർവം നമ്മൾ അഭ്യസിപ്പിക്കണം. അത് നമ്മൾ ഇതുവരെ ആരാധിച്ചു വന്നതായിട്ടുള്ള നമ്മുടെ ഇഷ്ടരൂപമാണെങ്കിൽ ആ ഇഷ്ടരൂപത്തെ ധ്യാനിക്കുമ്പോഴും അദ്ദേഹം സർവവ്യാപ്തമാണ്, അദ്ദേഹം എല്ലാറ്റിന്റെയും ആധാരമാണ്, അദ്ദേഹം എന്റെ ഹൃദയത്തിലെ ചൈതന്യമാണ് എന്നുള്ള ഭാവത്തോടു കൂടെ തന്നെ ഈശ്വരനെ സാകാരമായിട്ട് ആരാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ നമുക്ക് അദ്ദേഹത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ഭാവത്തെ അനാവരണം ചെയ്തു തരും. കാരണം ബഹുഭൂരിപക്ഷം സാധകന്മാർക്കും മനസ്സിനൊരു ആലംബനം ഇല്ലാതെ മുന്നോട്ട് പോവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഋഷീശ്വരന്മാർ പറയുന്നു, ഉപാസകാനാം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്യതേ എന്ന്. സമസ്ത ജനങ്ങളെയും അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഭഗവാന് ഓരോ വിധത്തിലുള്ളതായ രൂപം സങ്കല്പിക്കുന്നു. നമ്മൾക്ക് തന്നെ എത്രയോ വൈവിധ്യമാർന്നതായിട്ടുള്ള ഭാവങ്ങളുണ്ട്. അതിനാൽ ഏത് വിധത്തിൽ മനസ്സിനെ നമുക്ക് പരമമായിട്ടുള്ള തത്വത്തിലോട്ട് ഉയർത്താമോ ആ വിധത്തിൽ പരിശീലിപ്പിക്കുക. അതിൽ ഉത്കൃഷ്ടം നികൃഷ്ടം എന്നൊന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ തലമനുസരിച്ചാണ്. ഒരു ഡോക്ടർ നമുക്ക് മരുന്ന് പ്രദാനം ചെയ്യുന്നത് ഡോക്ടറുടെ നിശ്ചയമല്ല, നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതിയാണ് അദ്ദേഹത്തെ അങ്ങനെ നിശ്ചയിക്കുവാൻ നിർബന്ധിപ്പിക്കുന്നത്. അല്ലാണ്ട് അദ്ദേഹത്തിന് ഈ മരുന്ന് തരണമെന്നൊന്നുമില്ല. റെപ്രസെന്റേറ്റീവ്സ്മാരൊന്നും പ്രലോഭിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരസ്ഥിതിയാണ് അദ്ദേഹത്തിന് അങ്ങനെ നിശ്ചയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നതുപോലെ നമ്മുടെ മനോതലം എവിടെയാണ്, ഏതൊരു സ്ഥിതിയാണ് എന്ന് നാം തന്നെ അറിയണം. നമ്മളെല്ലാവരും പല വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങളിലും പല വിധത്തിലുള്ളതായിട്ടുള്ള സമ്മർദ്ദങ്ങളിലും ബാധ്യതകളിലും കിട്ടുടലുന്നതാണ്. അർജുനന്റെ സ്ഥിതി തന്നെ നോക്കൂ. അതിൽ നിന്നും ഏത് വിധത്തിലാണ് നമ്മൾ ഓരോരുത്തരും മാറി നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സനിശ്ചയേന യുക്തവ്യ എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള നിലയെ മനസ്സിലാക്കി ഏത് തലത്തിൽ നിന്നാണോ നമുക്ക് ആരംഭിക്കുവാൻ സാധിക്കുന്നത് ആ തലത്തിൽ നിന്ന് മുന്നോട്ട് പോവുക. കാരണം യഥാർത്ഥത്തിൽ സത്യം എന്നുള്ളത് ഒരേ ഒരു തലമാണ്. ഇപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള തലം താഴ്ന്ന സത്യത്തിന്റെ തലം. ആ താഴ്ന്ന സത്യത്തിന്റെ തലത്തിൽ നിന്നും അതിനും ഉപരിയായ സത്യത്തിന്റെ തലത്തിലോട്ട് പോകുന്നു. അതാണ്. അതല്ലാണ്ട് അതിൽ താഴ്ന്ന നില എന്നില്ല, അങ്ങനെ വിചാരിക്കരുത്. ഒരിക്കലും താഴ്ന്ന നിലയിലുള്ള സാധന, താഴ്ന്ന നിലയിലുള്ളതായിട്ടുള്ള അഭ്യാസം എന്നൊന്നും വിചാരിക്കരുത്. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും മനോതലം എവിടെയാണോ അതിനനുസരിച്ച് നാം അതിനനുസരിച്ചിട്ടുള്ള സാധനയെ സ്വീകരിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ട് നിശ്ചയേന യോക്തവ്യ മുന്നോട്ട് പോയി യോജിപ്പിക്കണം എന്നർത്ഥം. എങ്ങനെ? അനിർവിണ്ണ ചേതസ, യാതൊരു വിധത്തിലുള്ള വിഷാദവും നൈരാശ്യവും ഇല്ലാതെ. അതായത് എല്ലാ ദിവസങ്ങളിലും നമ്മളുടെ സാധന ഒരുപോലെ ഇരിക്കണമെന്നില്ല. ചില ദിവസം എത്രത്തോളം പരിശ്രമിച്ചാലും നമുക്കൊരു തൃപ്തി ഉണ്ടായി എന്ന് വരികയില്ല. ചിലപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ നമുക്കൊരു സ്വാസ്ഥ്യം വന്നു എന്ന് വരും.
അതുകൊണ്ട് അനിർവിണ്ണ ചേതസ എപ്പോഴും പ്രചോദനത്തെ നിലനിർത്താൻ ശ്രമിക്കണം എന്നർത്ഥം. പ്രചോദനം നാം തന്നെ ആവഹിക്കണം. മറ്റുള്ളതായിട്ടുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ ആചാര്യന്റെ സന്ദേശമോ പാരായണങ്ങളോ അല്ലെങ്കിൽ ഗുരുജനങ്ങളുമായിട്ടുള്ള സത്സംഗവും ഒക്കെ ഒരളവോളം നമ്മെ പ്രചോദിപ്പിക്കാം. പക്ഷെ ആ പ്രചോദനം നിലനിർത്തി നാം മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. തുടർന്ന് സാധനയുടെ സൂക്ഷ്മ വശങ്ങളെ കുറിച്ച് വീണ്ടും ഭഗവാൻ വിവരിക്കുന്നു. അടുത്ത ശ്ലോകം.